നമ്മൾ ഓരോ ഓരോ തവണയും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റിപ്പീറ്റഡ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ റിപ്പീറ്റ് കഴിഞ്ഞ പാടും ഞങ്ങൾ ആദ്യം തന്നെ മോസ്റ്റ്ലി പാരൻസ് റിലേറ്റീവ്സൊക്കെ പറഞ്ഞത് എന്താ ഇനിയിപ്പോൾ അതിന് പോകണോ, നീ ഇതിന് പിന്നെയും പോവുകയാണോ എന്നിങ്ങനെ ക്വസ്റ്റ്യൻസ് വെച്ചിരുന്നു. അവിടുത്തെ പോസിറ്റീവ് എൻവയോൺമെൻറ്റ്, അവിടെ ജെ പി സാറിൻ്റെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയുന്നല്ലോ ജെ പി സാറിൻ്റെ ചിരി, അതൊക്കെ നമുക്കൊരു എന്താ ശരിക്കൊരു പോസിറ്റിവിറ്റി തരുന്നൊരു സാധനമായിരുന്നു. കൈൻഡ് ഓഫ് എ ഹോം സിക്ക് പേഴ്സൺ ആണ് ഞാൻ. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ പാരൻസിനെ കാണേണ്ടി വരും, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പാരൻസിന് എത്തിച്ചേരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ഫിസിക്സിനെ ടാക്കിൾ ചെയ്യാൻ ശ്രമിച്ചത്. ഇനി 2024 കഴിഞ്ഞു. നമ്മുടെ ഡോക്ടർ ജെ പി എസ് ക്ലാസ്സസ് വളരെയധികം സന്തോഷത്തിലാണ്. റിസൾട്ട് വന്നാൽ നമ്മളെ ജെ പി എസിൻ്റെ അഭിമാനമായി മാറാൻ പോകുന്ന കുറേ ടോപ്പേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് അവരുടെ വീട്ടിലേക്കൊന്ന് പോയാലോ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അഞ്ജനൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് തന്നെ കേൾക്കാം. അപ്പോൾ അഞ്ജന നമ്മൾ അടുത്തുണ്ട്, നമുക്ക് അവളോട് തന്നെ ചോദിച്ചു നോക്കാം. ഹായ്, ഞാൻ അഞ്ജന. നീറ്റ് 2024 എൻ്റെ എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ എക്സ്പെക്റ്റഡ് സ്കോർ 674 ആണ്. ഇപ്പോൾ നീറ്റ് 2024 നമ്മൾ ഈ മെയ് 5 എഴുതി. അപ്പോൾ അഞ്ജനയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ആക്ച്വലി ഏകദേശം മോഡറേറ്റ് ആയിരുന്നു എനിക്ക്. പിന്നെ ഫിസിക്സ് ആണെങ്കിലും ഫിസിക്സ് കുറച്ച് ചെയ്യാനുണ്ടെങ്കിലും ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് സുവോളജി ബോട്ടണിയിൽ നോക്കുമ്പോൾ ബോട്ടണി ആയിരുന്നു ഏകദേശം ടഫായി തോന്നിയത്. പക്ഷേ നന്നായിരുന്നു. ഇപ്പോൾ അഞ്ജന പറഞ്ഞല്ലോ, അപ്പോൾ എക്സാം നീറ്റ് 2024 അഞ്ജനയ്ക്ക് ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. ഇപ്പോൾ പൊതുവേ ഉള്ളൊരു സംസാരം എന്ന് പറയുന്നത് ഒരു നീറ്റ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് ആണ് അവർക്ക് പൊതുവേ കുറച്ചും കൂടി ടഫായിട്ടുള്ള സബ്ജക്റ്റ്. അപ്പോൾ അഞ്ജന എങ്ങനെയാണ് പഠിക്കുമ്പോൾ ഫിസിക്സിനെ നേരിട്ടത്? ഫിസിക്സ് നമ്മൾ കൂടുതൽ പറയാൻ ക്വസ്റ്റ്യൻ ചെയ്ത് ശരിയാക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ഞാനും സെയിം മെത്തേഡാണ് ഫോളോ ചെയ്തത്. ക്വസ്റ്റ്യൻ ചെയ്യുക, പിന്നെ അതിൽ ഡൗട്ടുള്ളത് നമ്മൾ എഴുതി വെക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്യുക. അതിൽ നമുക്ക് എന്നിട്ട് ഫാക്കൽറ്റീസ് മെയിൻലി നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു ആ കാര്യത്തിൽ. ഓരോ പ്രാവശ്യവും വരുമ്പോൾ ഞാൻ ഫാക്കൽറ്റീസിനോട് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോയിരുന്നു. പിന്നെ നമ്മളുടെ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫിസിക്സിനെ കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് തന്നെ വേണ്ടി ഷോർട്ട് നോട്ട്സൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആ ഷോർട്ട് നോട്ടിൽ എനിക്കറിയാത്ത ഇക്വേഷൻസ്, എനിക്ക് ഓർമ്മയില്ലാത്ത ഇക്വേഷൻസ്, അതൊക്കെ നോട്ട് ചെയ്യാൻ എനിക്കൊരു ഷോർട്ട് നോട്ടും ഉണ്ടായിരുന്നു. പിന്നെ മോസ്റ്റ്ലി ഞാൻ എക്സസൈസ് ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റിൻ്റെ ബാക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ഫിസിക്സിനെ ടാക്കിൾ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അഞ്ജന നമ്മുടെ എൻട്രൻസ് കോച്ചിങ് ചെയ്തത് നമ്മുടെ ഡോക്ടർ ജെ പി എസ് ക്ലാസ്സിലാണല്ലേ. അപ്പോൾ അഞ്ജന എങ്ങനെയാണ് ഡോക്ടർ ജെ പി എസ് ക്ലാസ്സിലേക്ക് എത്തിയത്? ഒന്ന്, ഞാൻ റിപ്പീറ്റഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതായത് ഇതിനു മുന്നേ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയായിരുന്നു. പക്ഷേ അത് മലപ്പുറത്തായതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ അത്രയ്ക്ക് ദൂരെ പാരൻസിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ കൈൻഡ് ഓഫ് എ ഹോം സിക്ക് പേഴ്സൺ ആണ് ഞാൻ. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ പാരൻസിനെ കാണേണ്ടി വരും, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പാരൻസിന് എത്തിച്ചേരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അടുത്ത് ജെ പി എസ് ആണ്. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജെ പി എസ് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം അത് കുറച്ചും കൂടെ അടുത്താണെന്നുള്ളതായിരുന്നു. പക്ഷേ സെക്കൻഡ് എന്ന് വെച്ചാൽ അവിടുത്തെ പോസിറ്റീവ് എൻവയോൺമെൻറ്റ്, അവിടെ ജെ പി സാറിൻ്റെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയുന്നല്ലോ ജെ പി സാറിൻ്റെ ചിരി, അതൊക്കെ നമുക്കൊരു ശരിക്കൊരു പോസിറ്റിവിറ്റി തരുന്നൊരു സാധനമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റും കൂടെ കണ്ടപ്പോൾ ഞാൻ പിന്നെ അത് തന്നെ ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചു. അഞ്ജന, അപ്പോൾ നമ്മൾ ഈ ഒരു റിപ്പീറ്റഡ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് കേട്ടുകൊണ്ടാണ് നമ്മളെ ജേണി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അഞ്ജനയുടെ ഈ ഒരു ജേണിയിൽ, ഈ റിപ്പീറ്റഡ് ജേണിയിൽ പാരൻസ് എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? പാരൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ തവണയും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റിപ്പീറ്റഡ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ റിപ്പീറ്റ് കഴിഞ്ഞ പാടും ഞങ്ങൾ ആദ്യം തന്നെ
മോസ്റ്റ്ലി പാരൻസ് റിലേറ്റീവ്സൊക്കെ പറഞ്ഞത് എന്താ ഇനിയിപ്പോൾ അതിന് പോകണോ, നീ ഇതിന് പിന്നെയും പോവുകയാണോ എന്നിങ്ങനെ ക്വസ്റ്റ്യൻസ് വെച്ചിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് നിനക്കിഷ്ടമാണെങ്കിൽ നീ പോട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഒന്നാമത് എൻ്റെ ഡ്രീം എന്ന് വെച്ചാൽ ഡോക്ടർ ആവണം എന്നുള്ള എൻ്റെ ഡ്രീം ഞാൻ കുഞ്ഞിലേ തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എൻ്റെ അച്ഛനും ഇടയ്ക്കിടയ്ക്ക് പറയുന്നു എൻ്റെ മോൾ ഡോക്ടറാവും എന്ന് അങ്ങനെ പറഞ്ഞ് മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അച്ഛനൊരു പ്രശ്നമോ ഒന്നും അല്ലായിരുന്നു. പക്ഷേ പിന്നെ എന്നെ അച്ഛൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് പിരിയേറ്റാൻ വേണ്ടി ഇങ്ങനെ പറയായിരുന്നു, നിനക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ CUET എഴുതും കേട്ടോ എന്ന് പറയായിരുന്നു. അത് ശരിക്കും എനിക്ക് ഭയങ്കര ശരിക്കും എന്നെ ഇങ്ങനെ ഇതാക്കുകയാണെങ്കിലും ശരിക്കും എനിക്കത് ഭയങ്കര എനിക്കൊരിക്കലും CUET എഴുതണ്ട, എനിക്കൊരിക്കലും ഡിഗ്രി ചെയ്യണ്ട എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം അത്രയ്ക്ക് MBBS ഡ്രീമുമായിട്ട് നടക്കുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓൾമോസ്റ്റ് നല്ല സപ്പോർട്ട്. ഇപ്പോൾ ചേട്ടനാണെങ്കിൽ തന്നെ ഇത് നിനക്ക് കിട്ടാത്തൊന്നുമല്ല എന്ന് ഇങ്ങനെ പറഞ്ഞ് ശരിയാക്കായിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ അഞ്ജനക്ക് പാരൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾ തന്ന സപ്പോർട്ടും അതുപോലെ തന്നെ കെയറിങ്ങും ഒക്കെ. അപ്പോൾ അമ്മക്ക് അഞ്ജന ഇത്രയും നല്ലൊരു സ്കോർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സമയം അമ്മക്ക് എന്താണ് മോളെ കുറിച്ച് പറയാനുള്ളത്? അഞ്ജന ഇപ്പോൾ 2024 നീറ്റ് എക്സാം എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നല്ലൊരു മാർക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവൾ ചെറുപ്പം മുതലേ പഠിക്കാൻ മിടിക്കുകയായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ അവളെ ഒന്നും പറഞ്ഞു കൊടുക്കാറോ അവളെ കൂടെ ഇരിക്കാറോ ഒന്നുമില്ല. അവൾ സ്വന്തം എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്യുമായിരുന്നു. ചെറുപ്പം മുതലേ നഴ്സറി ക്ലാസ് മുതലേ അവൾ വന്നാൽ അവളെ പണിയെടുത്ത് അവൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ച് അവളെക്കുറിച്ച് ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. അവൾ നല്ലൊരു ലെവലിലേക്ക് എത്തുന്നുള്ള ഒരു കാലിബറുള്ള കുട്ടിയായിരുന്നു അവൾ. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരു മോളാണ് അഞ്ജന. പിന്നെ അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 8th സ്റ്റാൻഡേർഡ് മുതൽ അവളെല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആയിട്ടാണ് വന്നിരുന്നത്. പിന്നെ SLCക്ക് ഫുൾ A+ കിട്ടി. പിന്നെ +2നും ഫുൾ A+ കിട്ടി. അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മളെ പ്രതീക്ഷ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവൾക്ക് ചെറുപ്പം മുതലേ ഒരു അച്ഛനിങ്ങനെ പറയും എൻ്റെ മോൾ ഡോക്ടറാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ അവളെ ഒരു പെരുമാറ്റത്തിലും എനിക്ക് തോന്നും അവളൊരു ഡോക്ടറെ ആവും എന്നുള്ള ഒരു രീതിയിലേക്കാണ് അവളെ എല്ലാ നീക്കുപോക്കുകളും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം JPSനെ കുറിച്ച് ഞാൻ തന്നെയാണ് യൂട്യൂബ് വഴി അറിഞ്ഞതും ഓരോരാളെ റിവ്യൂസൊക്കെ നോക്കി അങ്ങനെ കോൺടാക്ട് ചെയ്തൊക്കെ. അപ്പം അഞ്ജനനെ സംബന്ധിച്ചിടത്തോളം അഞ്ജനൻ്റെ അമ്മയാണോ അതോ പാരൻസ് ആണോ അതോ അഞ്ജനയാണോ JPSനെ കുറിച്ച് അറിഞ്ഞു? ഞങ്ങൾ കൊയിലാണ്ടി ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. അവിടെ ചെറിയ കുട്ടിയായ സമയത്തെ കൊയിലാണ്ടി ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. അവിടെ കൊയിലാണ്ടി പരിസരങ്ങളിലാണ് പഠിച്ചിരുന്നതും. അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഈ JPSൻ്റെ ബിൽഡിംഗ് ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ JPSന് നീറ്റ് JEE നീറ്റ് എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. അതിനുശേഷം പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ JPS നല്ലൊരു സ്ഥാപനമാണെന്നും അതുകൂടാതെ ജിബിൻ സാറിൻ്റെ പിന്നെ വീഡിയോസ് യൂട്യൂബ് വീഡിയോസ് കാണുകയും അപ്പോൾ ജിബിൻ സാറിൻ്റെ ഒരു കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡും പിന്നെ ആ സ്ഥാപനത്തിൻ്റെ റിസൾട്ടുകളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കൂടാതെ നമ്മളെ വീട്ടിൻ്റെ അടുത്താണ് ഈ സ്ഥാപനം. അതുകൊണ്ട് തന്നെ JPS പിന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണമാണെന്നും കുട്ടി വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് എന്തുണ്ടെങ്കിലും അവൾക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഹോം സിക്നെസ് ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് വീട്ടിലേക്ക് വരണം, അമ്മേൻ്റെ അടുത്ത് വരണം, അച്ഛൻ്റെ അടുത്ത് വരണം എന്ന് തോന്നുന്ന സമയത്ത് വേണമെങ്കിലൊന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കാണാമല്ലോ, ബസ്സിനാണെങ്കിലും ഒന്ന് പോയിട്ട് വേഗം കാണാമല്ലോ എന്നുള്ള രീതിയിലും പിന്നെ JPSൻ്റെ അവിടെയുള്ള സിറ്റുവേഷൻസും അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും എല്ലാം വേറൊരു ഹോസ്റ്റലിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഈ JPSലെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ JPS തന്നെ ആയിക്കോട്ടെ എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ കൂട്ടായി എടുത്തത് തന്നെയാണ്. അപ്പോൾ അഞ്ജനയ്ക്കും അതിനൊരു താല്പര്യമായി.
അങ്ങനെ JPS സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അഞ്ജന JPSലേക്ക് എങ്ങനെ എത്തിയെന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ അതുപോലെ അമ്മ പറഞ്ഞു അഞ്ജന ചെറുതായിട്ടൊരു ഹോം സിക്നസ് ഒക്കെ ഉള്ള ഒരു കുട്ടിയാണെന്ന്. ഇപ്പം JPS ഹോസ്റ്റലിലേക്ക് എത്തി കഴിഞ്ഞു. അപ്പം അഞ്ജനയ്ക്ക് JPS ഹോസ്റ്റലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? JPSൻ്റെ ഹോസ്റ്റൽ എന്ന് പറയുന്ന സമയത്ത് നല്ലൊരു ഹോംലി വൈബാണ് അവിടെ കിട്ടുക. എപ്പോഴും പഠിക്കാനുള്ളൊരു എൻവയോൺമെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നാൽ എപ്പോഴും ഉള്ളതാണ്, വീട്ടിലേക്ക് വന്നാൽ ഞാൻ അങ്ങനെ പഠിക്കില്ല. ഞാൻ മെയിൻലി ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുക. അപ്പോൾ വീട്ടിലേക്ക് ഇപ്പോൾ ക്രിസ്മസിൻ്റെ ആണെങ്കിൽ ലീവിന് 1-2 ദിവസം വന്നാൽ 3-ാമത്തെ ദിവസം ഞാൻ പറയും ഞാൻ വീട്ടിൽ പോവാം, ഞാൻ എൻ്റെ വീട്ടിൽ പോവാം, എനിക്കിവിടെ വന്നാൽ ഞാൻ പഠിക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടുന്ന് പഠിക്കാൻ പറ്റുന്ന, അവിടുന്ന് പ്രൊഡക്റ്റീവ് ആവുന്നത്രോളം ഇവിടുന്ന് എനിക്ക് കഴിയില്ല. അങ്ങനെയാണ് ഹോസ്റ്റൽ വൈബ്. അഞ്ജന ഇപ്പോൾ NEET 2024 എഴുതി നല്ലൊരു മാർക്ക് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ NEET 2025 എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട്, NEET ആസ്പയറൻസിനോട് അഞ്ജനയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ കറണ്ട് റിപ്പീറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുക, വെക്കുക. അതേപോലെ ബിലീവ് ഇൻ യുവർ സെൽഫ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാണ് കീ പോയിന്റ് ഓഫ് സക്സസ്.